എഴുതുന്നത് 3 തൊട്ട് 10 വരെ ഒന്നിച്ചാണ്. അപ്പോൾ ഒരു പുൽക്കൊടി വെച്ചത് അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ, അത്യന്ത സംഭാവിതന്മാരാണ് അഗ്നിയും വായുവും. അങ്ങേയറ്റം ബഹുമാനിക്കപ്പെടുന്നവർ, അവരുടെ തേജസ്, വീര്യം തുടങ്ങിയവയാൽ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്നവരാണ് അഗ്നിയും വായുവും. അങ്ങനെയുള്ളതായ അവർക്ക് പോലും എന്താണ്, ഒരു തൃണത്തെ, ഒരു പുൽക്കൊടിയെ ദഹിപ്പിക്കാനോ ആദാനം ചെയ്യാനോ സാധിച്ചില്ല. അതുകൊണ്ട് എന്താണ്, ആത്മസംഭാവന ശാതിത, അവരുടെ അഹങ്കാരം, ഞങ്ങൾ വലിയ കേമന്മാരാണെന്നുള്ള അവരുടെ അഭിമാനം ശാതിത, ഇല്ലാതാക്കപ്പെട്ടു. അതിനാണ് ഈ പുല്ലിൻ്റെ ഇത് പറഞ്ഞത്. സ തസ്മിന്നേവാകാശേ സ്ത്രിയമാജഗാമ ബഹുശോഭമാനാമുമാം ഹൈമവതീം താം ഹോവാച കിമേതദ്യക്ഷമിതി. സ തസ്മിന്നേവാകാശേ സ്ത്രിയമാജഗാമ ബഹുശോഭമാനാം ഉമാം ഹൈമവതീം താം ഹോവാച കിമേതദ്യക്ഷമിതി. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇന്ദ്രൻ പോയി അവിടെ തിരോധാനം ചെയ്തു. ഇന്ദ്രന് യക്ഷത്തെ പോലും കണ്ടില്ല എന്ന് പറയരുത്, കണ്ടിട്ടാണല്ലോ പോയത്. പക്ഷെ അവിടെ എത്തി ഒന്നും ഒരു വ്യവഹാരവും നടന്നില്ല, അപ്പോഴത്തേക്കും മറിഞ്ഞുപോയി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? മറ്റവരെ പോലെ മടങ്ങാൻ പറ്റുമോ? ഇന്ദ്രനല്ലേ. അപ്പോൾ ഇന്ദ്രൻ ആലോചിച്ച് ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ചിലപ്പോൾ ആലോചിച്ചിങ്ങനെ ഇരിക്കുകയാവും. ഒന്നുകിൽ എന്താ ചെയ്യുക, ഒന്നുകിൽ അല്ലെങ്കിൽ നിശ്ചയിച്ചിട്ടുണ്ടാവും കണ്ടെത്തിയേ മടങ്ങിപ്പോവും. അത് ഇന്ദ്രനായതുകൊണ്ട് അങ്ങനെ ആവാനാ സാധ്യത. ഇത് കണ്ടെത്തിയേ ഞാൻ മടങ്ങിപ്പോവും. അത് ശരി, ഞാൻ വന്നപ്പോൾ തിരോഭവിച്ചു അല്ലേ, എന്നാൽ ഇത് കണ്ടെത്തി തന്നെയേ തിരിച്ചു പോകൂ എന്ന് പ്രതിജ്ഞയോടുകൂടി അവിടെ തപസ് ചെയ്തിട്ടുണ്ടാവും. വെറുതെ അല്ല, തപസ്സനുഷ്ഠിച്ചു എന്ന് വിചാരിക്കാം. അങ്ങനെ തപസ്സനുഷ്ഠിച്ച് അതെന്താണെന്നറിയാൻ ഇച്ഛിച്ചപ്പോൾ തസ്മിന്നേവാകാശേ, അതേ ആകാശത്തിൽ, എവിടെയാണോ യക്ഷം അപ്രത്യക്ഷമായത് ആ ആകാശത്തിൽ സ്ത്രീയം ആജഗാമ, സ്ത്രീയെ കണ്ടു എന്നർത്ഥം എടുത്താൽ മതി. ആജഗാമ എന്ന് പറഞ്ഞാൽ വന്നു എന്നർത്ഥം, അല്ലെങ്കിൽ പോയി. ജഗാമ പോയി, ആജഗാമ വന്നു. ഇവിടെ അരികെ പോയിച്ചാൽ കണ്ടു എന്ന് അർത്ഥം എടുക്കുക. ഒരു സ്ത്രീ പ്രത്യക്ഷമായ അവിടെ സ്ത്രീയാണ്. ആരാ? ബഹുശോഭമാനോ, അങ്ങേയറ്റം ശോഭിക്കുന്നവളായ ഒരു സ്ത്രീയാണ്. അവളെ പ്രാപിച്ചു. ആരാ അവള്? ഉമാം, ഉമയെ, ബഹുശോഭമാനയായ ഉമയെ പ്രാപിച്ചു. ആരാ? ഹൈമവതീം, ഹിമവാന്റെ പുത്രിയെ, ഹിമവാന്റെ പുത്രിയായ ബഹുശോഭമാനയായ ഉമയെ പ്രാപിച്ചു. അപ്പോൾ അടുത്ത് പോയി നമസ്കരിച്ചിട്ടുണ്ടാവും. അതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല, ഉണ്ടാവും. എന്നിട്ട് താം ഹോവാച്ച, അവളോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? കിമേതദ് യക്ഷമിതി, ഈ യക്ഷം എന്താ? ഇവിടെ ഉണ്ടായിരുന്ന യക്ഷം എന്താണ്? ആരാ? ഇവിടെ യക്ഷം ഉണ്ടായിരുന്നല്ലോ, അതാരാ, എന്താ എന്ന് ഉമയോട് ചോദിച്ചു. ഇവിടെ ശ്രദ്ധിക്കുക, സാക്ഷാൽ ദേവേന്ദ്രന് പോലും ഗുരുസ്ഥാനീയയായി ഉപദേശം ചെയ്യുന്നത് ഒരു സ്ത്രീയാണ്. ഇത് വേദമാണ് പറയുന്നത്.
എന്നത് സ്ത്രീകൾ വേദം ചൊല്ലാൻ പാടില്ല, വേദം പഠിക്കാൻ പാടില്ല എന്നൊക്കെയായി ഇടക്കാലത്ത്. എന്താ ചെയ്യാം? സ്ത്രീകൾ വേദം പഠിക്കാൻ പാടുണ്ടോ? ഇല്ല. ഒരിക്കൽ, ഏറെ മുമ്പല്ല, ഈ അടുത്ത കാലത്ത് തന്നെ ഒരു ഭക്തജന സമൂഹം ഒരു ശങ്കരാചാര്യർക്ക് സ്വീകരണം ഏർപ്പാട് ചെയ്തു. വലിയ സ്വീകരണം. ഇപ്പോൾ ശങ്കരാചാര്യർക്കൊക്കെ സ്വീകരണം ഏർപ്പാട് ചെയ്യണമെങ്കിൽ നല്ല പണിയുണ്ട്. സാധാരണ അപ്പോൾ നമ്മളൊക്കെ വിളിക്കണ പോലെ മതിയോ? അതുപോലെ അതിൻ്റേതായ സംവിധാനങ്ങളുണ്ട്, വ്യവസ്ഥ ഉണ്ട്, എല്ലാം ചെയ്തു. എത്ര കഷ്ടപ്പെട്ടുണ്ടാവും, എത്ര പണം ചിലവാക്കിയിട്ടുണ്ടാവും, എത്ര സംഘടന മികവ് വേണം, എത്ര കഷ്ടപ്പാടുണ്ട് സംഘാടകർക്ക്. അങ്ങനെ ആയി. ശങ്കരാചാര്യർ വരികയാണ്. അവിടെ എത്തിയില്ല കേട്ടോ. അങ്ങനെ അവിടെ എത്താനായപ്പോൾ ശങ്കരാചാര്യർ കാറിൻ്റെ ഗ്ലാസ് ഒന്ന് താത്തിയപ്പോഴാണ് സ്ത്രീ ശബ്ദത്തിൽ ഗായത്രി മന്ത്രം ചൊല്ലണ റെക്കോർഡ് ഇട്ടത് കേട്ടത്. ഉടനെ കാറ് തിരിച്ചുവിടാൻ പറഞ്ഞു. എവർ കാത്തു നിൽക്കുക, അങ്ങോട്ട് വരില്ല എന്നറിയിച്ചു. എന്തുകൊണ്ട്? സ്ത്രീ വേദം ചൊല്ലേ. സ്ത്രീ വേദം ചൊല്ലുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോവുക, അനങ്ങാൻ പറ്റില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, അജ്ഞാനം എവിടെ എത്തിയെന്ന്. അങ്ങനെയുണ്ട് ശങ്കരാചാര്യന്മാർ. അത്ര പോലും സ്ത്രീക്ക് വേദം ചൊല്ലാൻ പാടില്ല എന്നായി. വേദം തന്നെ സ്ത്രീയാ, ശ്രുതി ഭഗവതി. ഇവിടെ ഇന്ദ്രന് ഉപദേശം ചെയ്യുന്നത് സ്ത്രീയാ. സ്ത്രീയം എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുക. ആജഗാമാം ഉമാം ഹൈമവതീം. ഹൈമവതി എന്നുള്ളതിന് നേരത്തെ പറഞ്ഞ അർത്ഥം ഹിമവാന്റെ പുത്രി എന്നാണ്. വേറൊരർത്ഥം ഹേമകൃത വിഭൂഷണവതിയും, ഹേമകൃത ആഭരണവതിയും. ധാരാളം സ്വർണ്ണാഭരണങ്ങൾ ഇട്ടിട്ടുള്ളവളാണ്. അഥവാ ധാരാളം സ്വർണ്ണാഭരണങ്ങൾ ഇട്ട പോലെ ശോഭയോട് കൂടിയവളാണ്. ഇടാണ്ട് തന്നെ അങ്ങനെ ഉണ്ടല്ലോ. ഒരു സ്വർണ്ണം ഇല്ലെങ്കിലും ധാരാളം സ്വർണം ധരിച്ചതുപോലെ ശോഭിക്കുന്നവളാണ് ഒന്നുകിൽ, അല്ലെങ്കിൽ ധാരാളം സ്വർണ്ണാഭരണം ഇട്ടവളാണ്. അതും ആവാം. അതും അല്ലെങ്കിൽ ഹിമാലയത്തിൻ്റെ പുത്രിയാണ്. മൂന്നർത്ഥം. ഹൈമവതീം ഉമാം. എന്തായാലും ഒന്ന് പറയാം, ബഹുശോഭമാനാം. വളരെ ശോഭിക്കുന്നവളാണ്. ഏറ്റവും ശോഭിക്കുക ജ്ഞാനമാണല്ലോ. അപ്പോൾ ജ്ഞാനത്തിൻ്റെ ശോഭയാണ്. അങ്ങനെയുള്ള ഉമയെ അവിടെ പ്രാപിച്ചു. ആ ഉമയോട് ചോദിച്ചു, കിമേതദ് യക്ഷമിതി. വ്യക്തമാണല്ലോ. നോക്കൂ, ഇന്ദ്ര ആദിത്യ വജ്രഭൃദ്വ അവിരോധാത് ഇന്ദ്രോപസർപ്പണേ ബ്രഹ്മ തിരോദധേ ഇത്യത്ര അയം അഭിപ്രായഃ. ഇന്ദ്രോഹം ഇതി അധികതമഃ അഭിമാനഃ അസ്യ സഹ അഹം അഗ്ന്യാദിഭിഃ പ്രാപ്തം സാ ശാന്താഭിമാനഃ ഇന്ദ്രഃ അത്യർത്ഥം ബ്രഹ്മ വിജിജ്ഞാസുഃ യസ്മിൻ ആകാശേ ബ്രഹ്മണഃ പ്രാദുർഭാവഃ ആസീത് തിരോധാനം ച തസ്മിന്നേവ സ്ത്രിയം അതിരൂപിണീം വിദ്യാം ആജഗാമ. അഭിപ്രായാത് ബോധഹേതുത്വാത് രുദ്രപത്നി ഉമ ഹൈമവതി ഇവ സാ ശോഭമാനാ വിദ്യ ഏവ. വിരൂപഃ അപി വിദ്യാവാൻ ബഹുശോഭതേ. ആയിക്കോട്ടെ, അതിനെന്താ കുഴപ്പം? വാക്യഭാഷ അത്രയേ ഉള്ളൂ, മറ്റേ പദഭാഷയാണ്. ഇന്ദ്ര ആദിത്യ വജ്രഭൃദ്വ അവിരോധാത് ഇന്ദ്രോപസർപ്പണേ ബ്രഹ്മ
തിരോദധേ ഇത്യത്ര അയം അഭിപ്രായഃ ഇന്ദ്രോഹമിതി അധികതമഃ അഭിമാനഃ അസ്യ സഹ അഹം അജ്ഞാദിഭിः പ്രാപ്തം വാക് സംഭാഷണമാത്രം അപി അനേന ന പ്രാപ്തഃ അസ്മി ഇതി അഭിമാനം കഥം ന നാമ ജഹ്യാത് തദനുഗ്രഹായ ഏവ അന്തർഹിതം തദ്ബ്രഹ്മ ബഭൂവ സഹ ശാന്താഭിമാനഃ ഇന്ദ്രഃ അത്യർത്ഥം ബ്രഹ്മ വിജിജ്ഞാസുഃ യസ്മിന്നാകാശേ ബ്രഹ്മണഃ പ്രാദുർഭാവः ആസീത് തിരോധാനം ച തസ്മിന്നേവ സ്ത്രിയം അതിരൂപിണീം വിദ്യാം ആജഗാമ. അഭിപ്രായോദ്ബോധഹേതുത്വാത് രുദ്രപത്നി ഉമാ ഹൈമവതി ഇവ സാ ശോഭമാന വിദ്യാ ഏവ വിരൂപഃ അപി വിദ്യാവാൻ ബഹുശോഭതേ. ഇന്ദ്രൻ അഥവാ ഇന്ദ്രൻ ആരാ? ഇന്ദ്രൻ ഒന്നുകിൽ ആദിത്യൻ അല്ലെങ്കിൽ വജ്രഭൃത്ത്, രണ്ടും ആവാം. ഇവിടെ ഇന്ദ്രൻ ആദിത്യനാണ്, അല്ലെങ്കിൽ വജ്രായുധം എടുത്ത് നടക്കുന്ന ദേവേന്ദ്രനാണ്. അവിരോധാത് രണ്ടും ആവാം എന്നാണ്. അവിരോധാത് വിരോധമില്ല, ആരാഴ്ച എടുത്തോളൂ. ഇന്ദ്രൻ വന്നു ചേർന്നപ്പോൾ ഇന്ദ്രോപസർപ്പണേ ബ്രഹ്മതിരോധേ, ബ്രഹ്മം തിരോധാനം ചെയ്തു, അതുകൊണ്ട് മറിഞ്ഞു കളഞ്ഞു. ഇത്യത്ര അയം അഭിപ്രായ. എന്താ അപ്പം അതിൻ്റെ അഭിപ്രായം? ഇന്ദ്രോഹം ഇത് അധികതമഃ അഭിമാനഃ അസ്യ. ഇവന് വലിയ അഭിമാനമുണ്ടല്ലോ. ചിലപ്പോൾ ആ ഇന്ദ്രത്വ ലക്ഷണത്തോടു കൂടിയൊക്കെ ആയിരിക്കും അങ്ങോട്ട് പോയിട്ടുണ്ടാവുക. ഏത് കിരീടമൊക്കെ വെച്ച് വജ്രായുധമൊക്കെ എടുത്ത് ആവും പോയിട്ടുണ്ട്. അറിയില്ല, നമുക്കറിയില്ല. ഏതായാലും ആ വരവ് കണ്ടപ്പോൾ അഭിമാനത്തോടു കൂടിയാണ് വരുന്നതെന്ന് മനസ്സിലായി. അതുകൊണ്ട് അജ്ഞാതിഭിः പ്രാപ്തം വാക് സംഭാഷണമാത്രം അപി അനേന ന പ്രാപ്തഃ. അഗ്നിവായുക്കൾക്ക് സംഭാഷണം മാത്രമെങ്കിലും പ്രാപിക്കാൻ കഴിഞ്ഞു, സംഭാഷണം മാത്രമെങ്കിലും പ്രാപിക്കാൻ കഴിഞ്ഞു. എന്നാൽ അതുപോലും എവന് പ്രാപിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് എന്ത് വേണം? ന പ്രാപ്തഹാസ്മി, ഞാൻ അവനാൽ പ്രാപിക്കപ്പെടുന്നവനല്ല എന്ന് ഇവൻ്റെ അഭിമാനത്തെ കഥം നാമ അഭിമാനം ജഹിയാത്, ഇവൻ്റെ അഭിമാനത്തെ എങ്ങനെ ഇല്ലാതാക്കും എന്നാലോചിച്ചിട്ട് തദനുഗ്രഹായ ഏവ, ഇന്ദ്രനെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട്, അല്ലാണ്ട് ദേഷ്യം കൊണ്ടല്ല, ഇന്ദ്രനെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് അന്തർഹിതം തദ്ബ്രഹ്മ, ആ ബ്രഹ്മം അന്തർധാനം ചെയ്തു. പണ്ടൊക്കെ വീടുകളിൽ ഈ സന്ധ്യ കഴിഞ്ഞിട്ടുള്ള സമയത്തൊക്കെ കുട്ടികൾ തമ്മിൽ വലിയ ലഹളയും ബഹളമൊക്കെ നടന്നാൽ അച്ഛൻ ഒരു കൊടയൊക്കെ എടുത്തൊരൊറ്റ പോക്കുണ്ട്. ഞാൻ പോവാ, നിങ്ങളിവിടെ ലഹള കൂടാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വീടിൻ്റെ പുറത്തേക്ക് പോയി കുറച്ച് ദൂരെ പോയി നിൽക്കുക എവിടെയെങ്കിലും. അച്ഛൻ എങ്ങോട്ട് പോകാനാ? അപ്പോഴത്തെ കുട്ടികൾ അയ്യോ അച്ഛൻ പോയല്ലോ എന്ന് സങ്കടത്തിന് അച്ഛാ വരൂ 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 എന്ന് വിളിക്കും. എന്നിട്ട് കുട്ടികളിൽ നിന്ന് അച്ഛൻ അവിടെ എവിടെയൊക്കെ ഉണ്ടോ നോക്കും. കുറേ നേരം കഴിഞ്ഞ് അച്ഛൻ മെല്ലെ വരും. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികളോടൊന്നും അങ്ങനെ ചെയ്യരുതേ. അവർ പിന്നെ വന്നു നോക്കുകയില്ല, ചോദിക്കുകയില്ല, ഉപദ്രവം പോയാൽ നന്നായി എന്ന് വിചാരിക്കും. പണ്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇല്ല, ഇങ്ങനെ ഉണ്ടായില്ല.
അങ്ങനെ ഉണ്ടായിട്ടില്ല? ഇത് അനുഭവിച്ചിട്ടില്ല? ഇല്ല. ചിലരൊന്നും അനുഭവിച്ചിട്ടില്ല. എന്നാൽ ചിലരൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എവിടെ അനുഗ്രഹിക്കാനായിക്കൊണ്ട് ആണ് പോയത്. ഇവൻ്റെ അഭിമാനത്തെ എങ്ങനെ ഇല്ലാതാക്കാമെന്ന് വിചാരിച്ചിട്ട് അന്തർഹിതമായി ബ്രഹ്മം. സ ശാന്താഭിമാന. അപ്പം എന്തായി? ഇന്ദ്രൻ ശാന്താഭിമാനനായി, ശാന്തമായ അഭിമാനത്തോടു കൂടിയവനായി. അത്യർത്ഥം ബ്രഹ്മവിജിജ്ഞാസുഹു. അതെന്താണെന്ന് അറിയാനുള്ള ഇച്ഛ ദൃഢമായി. അത്യർത്ഥം, അറിഞ്ഞേ തീരൂ, അറിഞ്ഞേ പോവൂ എന്ന് നിശ്ചയിച്ചു. അപ്പോൾ തപസ് ചെയ്തിട്ടുണ്ടാവും, അതിവിടെ പറയണില്ല. കണ്ടെത്തിയേ തിരിച്ചു പോകൂ എന്നുള്ള തപസ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ആകാശേ ബ്രഹ്മണ പ്രാദുർഭാവ ആസീത് തിരോധാനം ച. ബ്രഹ്മത്തിൻ്റെ പ്രാദുർഭാവവും തിരോധാനവും ഏതൊരാകാശത്തിലാണോ സംഭവിച്ചത് അതേ ആകാശത്തിൽ, തസ്മിന്നേവ അതേ ആകാശത്തിൽ സ്ത്രീയം ആജഗാമ, സ്ത്രീയെ പ്രാപിച്ചു. എങ്ങനെയുള്ള സ്ത്രീയാണ്? അതിരൂപിണീം, അതീവ രൂപിണിയായ അതിസുന്ദരിയായ സ്ത്രീയെ പ്രാപിച്ചു. വിദ്യാം, വിദ്യയെ, സാക്ഷാൽ വിദ്യാദേവിയെ പ്രാപിച്ചു. ആജഗാമ. അപ്പം അവിടെ ഹൈമവതീം എന്നുണ്ട്. ഹേമകൃത ആഭരണവതീം ഇവ എന്ന്. സ്വർണം കൊണ്ടുണ്ടാക്കിയ ആഭരണങ്ങളൊക്കെ ധരിച്ചതുപോലെ ശോഭിക്കുന്ന എന്നൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഹിമവാൻ്റെ പുത്രി എന്നാവാം, ഹൈമവതി, രണ്ടർത്ഥമാവാം. ഇനി സ്വർണ്ണാഭരണം കൊണ്ട് ശോഭിക്കുന്ന എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലാവാം. ഒന്ന്, സ്വർണ്ണാഭരണങ്ങൾ ഇട്ടാൽ എത്ര ശോഭ ഉണ്ടാവും അത്ര ശോഭ, അല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങളെ കൊണ്ടുള്ള ശോഭ, രണ്ടും ആവാം. ഒക്കെ ശരിയാ. അഭിപ്രായോദ്ബോധഹേതുത്വം, അത് അഭിപ്രായത്തെ ഉദ്ബോധിപ്പിക്കുന്ന കാരണം കൊണ്ട്. എന്തഭിപ്രായത്തെ ഉദ്ബോധിപ്പിക്കുന്ന കാരണം? എന്തായിരുന്നു അവിടെ യക്ഷം എന്ന് ബോധിപ്പിക്കുന്നുണ്ടല്ലോ, ആ അഭിപ്രായത്തെ ഇന്ദ്രന് ഉദ്ബോധിപ്പിക്കുന്നത് കൊണ്ട് രുദ്രപത്നി ഉമാ ഹൈമവതീവ സാ ശോഭമാന. തത്വജ്ഞാനം ഉപദേശിക്കുന്നവളായതുകൊണ്ട് ആ രുദ്രപത്നി ഉമാ ഹൈമവതി ഇവോ, ഹൈമവതിയെ പോലെയായി. ധാരാളം ഹേമകൃതാഭരണം ധരിച്ചവളെ പോലെ ശോഭിക്കുകയാണ്. ആര്? രുദ്രപത്നി, രുദ്രൻ്റെ പത്നി. രുദ്രാവയതീതി രുദ്ര, അജ്ഞാനത്തെ ഇല്ലാതാക്കുന്നവൻ രുദ്രൻ, രുദ്രൻ്റെ പത്നി. ഉമ തന്നെ. എന്നാലും ഉമ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തപസ്സിൻ്റെ മൂർധന്യ സ്ഥിതിയാണ് നമുക്ക് ഓർമ്മയിൽ വരിക. കാരണം ലോകത്തിൽ ഏറ്റവും വലിയ സുന്ദരി ആരാന്ന് ചോദിച്ചാൽ പാർവതിയാണ്, വേറെ ആരുമില്ല. അത് കഴിഞ്ഞേ വേറെ ആരുമുള്ളൂ. ലക്ഷ്മി ആയാലും രതി ആയാലും ഒക്കെ പിന്നേ ഉള്ളൂ, പാർവതിയാണ് നമ്പർ 1. അപ്പോൾ അത്രയും വലിയൊരു സുന്ദരി ഉണ്ടാവണം അച്ഛന് വലിയ വിഷമാണ്. ഇതിന് യോജിച്ച ഒരാളെ കൊടുക്കണ്ടേ? ഇല്ലേ? യോജിച്ച ഒരാളെടുത്ത് വേണ്ടേ ഏൽപ്പിക്കുക, അല്ലാണ്ട് യോജിക്കാത്ത ആളെ ഏൽപ്പിക്കാൻ പറ്റുമോ? എന്നാലല്ലേ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ, അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞത്. അപ്പോൾ ഈ കുട്ടി ജനിച്ചപ്പോൾ തന്നെ ഹിമാലയത്തിന് വേവലാതി തുടങ്ങി. എന്താ ചെയ്യുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം നാരദർ വന്നു. നാരദർ പറയും, എന്തിനാണ് വേവലാതി? അല്ല, ഈ മോളെ പറ്റിയ ഒരു ബന്ധം കണ്ടെത്തണ്ടേ നമുക്ക്, ഒരു മാട്രിമോണി. ആരാണ്, എന്താണ്? ഒന്നും വെറുതെ ചിന്തിച്ച് മനസ്സ് പുണ്ണാക്കണ്ട, അതൊക്കെ തീരുമാനിക്കപ്പെട്ടതാണ്. ആരാണ്? അവൻ തന്നെ. പാമ്പിനെയൊക്കെ കഴുത്തിലിട്ട് നടക്കണ, വിഷം കുടിച്ചത് കൊണ്ട് കഴുത്തൊക്കെ നീലയായ, ഉടുതുണിയില്ലാത്ത, പീച്ചപാത്രം പോലും ഇല്ലാത്ത
അവൻ തന്നെ. ഹിമാലയം ബോധം കെട്ട് പോകണം. എന്താ ഇങ്ങനെ അക്രമം ചെയ്താലോ? വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു? വേറെ ആരൊക്കെ ഉണ്ട്? ഇവനെ വേണോ പറയുക? മര്യാദയ്ക്കൊരു ഒരു ഉടുതുണിയില്ല അവർ. എന്നാലും ഇങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെ മോളെ കല്യാണം കഴിപ്പിക്കും? പിച്ചപാത്രം ഉണ്ടോ? അതുമില്ല. എന്നിട്ട് തലയോടാ പിടിച്ച് നടക്കണത്. വിഷുവിനൊക്കെ ആണെച്ചാൽ നല്ല വനമാലയും രത്നമാലയൊക്കെ ഉണ്ട്. ഇത് മനുഷ്യന്മാരെ തലയോടൊക്കെ കൊണ്ട് കൂട്ടി കെട്ടിയിട്ടുള്ള ഒക്കെയാണ്. നൃത്തം ചെയ്യണ ശ്മശാനത്തിൽ. ഇതൊരു വൃത്തികെട്ടവൻ. ബോധം കെട്ടുപോയി. അപ്പോഴാണ് നാരദൻ പറയണത്, ഹേ ഹിമാലയമേ, നിനക്ക് ശിവൻ്റെ ശരിയായ രൂപം അറിയില്ല. അവൻ സുന്ദരേശ്വരനാണ്. ഇത്ര സുന്ദരൻ ലോകത്ത് വേറെ ആരുമില്ല. പിന്നെ ശിവമഹിമയൊക്കെ പറഞ്ഞ് കേട്ടപ്പോൾ ഒരുവിധം സമ്മതായി. പക്ഷെ അവിടെ വലിയൊരു പ്രശ്നം വന്നു. എന്താ പ്രശ്നം? എന്താണ് വഴി? വഴിയെന്ത്? കാരണം മൂപ്പര് തപസ്യാണ്. എനിക്ക് കല്യാണവും വേണ്ട കാതുകുത്തും വേണ്ട പറഞ്ഞിട്ട് തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശിവൻ. ഈ സതീവിയോഗത്തിന് ശേഷം ഉഗ്ര തപസ്സാണ്. അപ്പം എന്തു ചെയ്യും? എനിക്ക് താല്പര്യക്കുറവൊന്നുമില്ല, വിവാഹം കഴിപ്പിച്ചു കൊടുക്കാം. പക്ഷെ തപസ്സീൻ്റെ അടുത്ത് എങ്ങനെയാണ് പോവുക കല്യാണാലോചനയായിട്ട്? അത് സാരല്ല, അതിനൊക്കെ വഴിയുണ്ടാക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ വഴിയുണ്ടായി. എന്താണ് വഴി? സേവയ്ക്ക് പറഞ്ഞയച്ചാൽ മതി എന്നായി. തപസ്യല്ലേ? തപസ്യാകുമ്പോൾ സാധനങ്ങളൊക്കെ പൂ പറിച്ചു കൊടുക്കണം, പിന്നെ ചന്ദനമൊക്കെ അരച്ചു കൊടുക്കണം. ഇങ്ങനെയുള്ള പല സേവയ്ക്കും ആൾ വേണം. ആരുമില്ല, പാവം ഒറ്റയ്ക്കാണ്. അപ്പോൾ അതിന് നിർത്തിക്കോളൂ. അങ്ങനെ അവിടെ നിർത്തി. അവിടെ നിർത്താൻ സാധിച്ചിട്ടില്ല. ശിവ സമ്മതിച്ചിട്ടില്ല. ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ഏകാന്തദേശത്ത് താമസിക്കാൻ അവിടെ യുവതിയായ നിൻ്റെ സാന്നിധ്യം ആവശ്യമില്ല. അതെന്താ ആവശ്യമില്ലാണ്ട്? അതൊന്നും വേണ്ട, അതൊക്കെ കുഴപ്പമാണ്. എന്ത് കുഴപ്പം? അതൊക്കെ തപസ്സിന് വിഘ്നമാണ്. അങ്ങനെയാണെച്ചാൽ നിൻ്റെ ദിവസം എന്ത് ദിവസമാണ്? ഇല്ലേ? ഒരു യുവതിയായി ഞാൻ താമസിച്ചാൽ മുടങ്ങിപ്പോണതാണെന്ന് വെച്ചാൽ പിന്നെ എന്ത് ദിവസമാണത്? എന്നാൽ ശരി, എന്നാൽ അവിടെ ഇരുന്നോ. അങ്ങനെ ഒരു പ്രശ്നമില്ലാണ്ട് തപസ്സും സേവയും തുടരുകയാണ്. അപ്പോഴാണ് ഇന്ദ്രൻ പോയിട്ട് കാമദേവനെ ഷട്ടം കെട്ടണത്. ഒന്ന് പോകണം, 5 അമ്പ് എടുക്കണമൊക്കെ ശരിക്കൊക്കെ തേച്ച് മിനുക്കിക്കോളൂ. കൂടെ ആരൊക്കെയാണ് കൊണ്ടുപോയിച്ചാൽ കൊണ്ടുപോയിക്കോളൂ. കാമദേവൻ പറഞ്ഞു വേണോ? കാരണം അത് എൻ്റെ കാര്യം പോക്കാണ്. അപ്പോൾ ഇന്ദ്രൻ ചോദിച്ചു, ഇതുവരെ നിനക്ക് എപ്പോഴെങ്കിലും പരാജയം പറ്റിയിട്ടുണ്ടോ? ഇന്ന് വരെ നിൻ്റെ അമ്പ് എപ്പോഴെങ്കിലും തോറ്റു പോയിട്ടുണ്ടോ? നീ വിഷ്ണുവിൻ്റെ നേർക്ക് അമ്പ് തൊടുത്തു, വിഷ്ണു വീണു. ബ്രഹ്മാവിൻ്റെ നേർക്ക് തൊടുത്തു, ബ്രഹ്മാവ് വീണു. നിൻ്റെ അമ്പ് ഒരിക്കലും പരാജയപ്പെടില്ല, അത് ഉറപ്പിച്ചോളൂ. ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ? പാവം പോയി അമ്പ് തൊടുത്തു. അപ്പോൾ കൂടെ വേണ്ടവരൊക്കെ കൂട്ടിക്കോളൂ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വസന്തകാലത്തെ കൊണ്ടുപോയിട്ടുണ്ട്. വസന്തകാലമായപ്പോൾ ഒന്നായിട്ട് പൂവൊക്കെ വിടർന്നു. എല്ലാം നാട് മുഴുവൻ പൂക്കൾ, കുയിലുകൾ പാട്ടുപാടുന്നു. എല്ലാം കൂടി വസന്തത്തിൻ്റെ ഒരു സുഖം. ഇത് കാമദേവൻ ഒറ്റയ്ക്കാ പോയിച്ചാൽ ചിലപ്പോൾ ശിവൻ വീണ് പോവുമായിരുന്നു കേട്ടോ. അത് പറയാൻ വയ്യ. ഏതായാലും ഈ വസന്തവും പൂവൊക്കെ വന്നപ്പോൾ ശിവൻ ആലോചിച്ചു, ഇതെന്താ ഒരു അകാലത്തിൽ പൂക്കണത്? ഇപ്പോൾ പൂക്കേണ്ട സമയമായിട്ടില്ലല്ലോ, എന്തോ ഒരു ചതി ഉണ്ടല്ലോ അതിൽ. നോക്കുമ്പോൾ അത് അമ്പ ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നു. ഒരൊറ്റ നോട്ടം ഭസ്മായി പോയി, പാവം. അതോടുകൂടി കാമദേവൻ ശരീരമില്ലാത്ത ആളായി, അനങ്കൻ. ദേവന്മാരൊക്കെ ദുഃഖിതരായി, കാര്യം നടന്നില്ല. പക്ഷേ ഏറ്റവും അപകടം ഉണ്ടായത് പാർവതിക്കാണ്. എന്തൊക്കെ പ്രതീക്ഷകളോടുകൂടിയാണ് പോയത്, എല്ലാം ഒരൊറ്റ അമ്പ് കൊണ്ട് എല്ലാം പോയി. മടങ്ങി വന്ന് ഹിമാലയം പോയി കൂട്ടിക്കൊണ്ടുവന്നു മോളെ. അതോടുകൂടി പാർവതി ഒരു നിശ്ചയം എടുത്തു, അങ്ങനെയാണെങ്കിൽ ശിവനെ നേടിയിട്ട് തന്നെ കാര്യം. അതാണ് പെണ്ണൊരുമ്പെട്ടാൽ എന്നൊക്കെ പറയാറുണ്ട്. ഒന്നങ്ങോട്ട് ഒരുമ്പെട്ടു, എന്നാൽ നോക്കാം. അങ്ങനെ തപസ്സിനായിട്ട് പുറപ്പെടുക. തൻ്റെ വട്ടുധാരി അതും ഇതൊക്കെ വീട്ടിൽ അഴിച്ചു വെച്ച്
ഒരു മരപുരി എടുത്ത് ഇറങ്ങുക. ആര്? പാർവതി. ഇത് കണ്ടപ്പോൾ അമ്മ ഞെട്ടി. ഇതെന്താ അത്? നീ എങ്ങോട്ടാ പോകണോ? ഞാൻ തപസ് ചെയ്യാൻ പോവാ. അയ്യോ പോലെ. ഓ മാ. ഓ എന്ന് സ്ത്രീയെ സംബോധന ചെയ്യാണ്. മാ പോരുതേ. പിന്നെ ഊ മാ പോലെ പോലേന്ന് വിളിച്ചു പറയുക. അമ്മ വിളിക്കണത് ലവലേശം ചെവി കേൾക്കാതെ ഒറ്റപ്പോക്ക്. അങ്ങനെ പാർവതി ആരായി? ഉമയായി. അപ്പോൾ ഉമ എന്നുള്ള പേര് എന്തിനെ കാണിക്കുന്നു? തപോനിഷ്ഠയെ. അതാണ്. ആ യുവതിയായിരിക്കുന്ന അവസ്ഥയിൽ വെള്ളം പോലും ഇല്ലാതെ തപസ് ചെയ്യാണ്. അങ്ങനെ തപസ്സിൻ്റെ പൂർണ്ണതയിൽ ശിവൻ പ്രത്യക്ഷനായി എന്ന് മാത്രമല്ല, അർദ്ധാംഗം കൊടുത്തു. ഇതിൽ പരം വേറെന്താ ഇനി കിട്ടാനുള്ളത്? അർദ്ധാംഗം പാർവതിക്ക്, അർദ്ധാംഗം താനും. അങ്ങനെ ഒന്നായി ചേർന്നു ശിവനും. അപ്പം ആ ഒരു തപസ്സിൻ്റെ നാമമാണ് ഉമ. ഉമാം ഹൈമവതീം, ഹിമവത് പുത്രി അഥവാ ഹേമകൃതാഭരണവതീം ശോഭമാന. അപ്പോൾ ഭാഷ്യകാരൻ പറയാണ്, ഇത്രയ്ക്ക് ശോഭിക്കണത് വേറെ ആരുമല്ല, വിദ്യയാണ്. അപ്പം ആരാണ്? വിദ്യാദേവിയാണ് ഉമാരൂപത്തിൽ അവിടെ എത്തിയത്. അപ്പോൾ ഭാഷ്യകാരൻ പറയാണ്, വിരൂപഃ അപി, വിരൂപനാണെങ്കിലും വിദ്യാവാൻ ബഹുശോഭതേ, അറിവുള്ളവൻ ഏറ്റവും ശോഭിക്കുന്നു. ശോഭിക്കുന്ന എല്ലാറ്റിലും വെച്ച് ഏറെ ശോഭിക്കുന്നത് വിദ്യയാണ്. അത് കേനോപനിഷത്ത് ഭാഷ്യത്തിൽ തന്നെ പറഞ്ഞതാണ്, പദഭാഷ്യത്തിൽ. സർവേഷാം ശോഭമാനാനാം ശോഭനതമാ ഹി വിദ്യ എന്ന്. ശോഭിക്കുന്ന എല്ലാത്തിലും വെച്ച് ഏറ്റവുമേറെ ശോഭിക്കുന്നത് വിദ്യയാണ്. ഇവിടെ പറഞ്ഞത് വിരൂപഃ അപി വിദ്യാവാൻ ബഹുശോഭത, വിരൂപനാണെങ്കിലും അറിവുള്ളവൻ ഏറ്റവും ശോഭിക്കുന്നു. ഏത് സദസ്സിൽ എവിടെ പോയാലും ശോഭിക്കാരാ? അറിവുള്ളവനാ. അറിവുള്ളവൻ ഏത് നാട്ടിലും പോവാം, ഏത് കൂട്ടത്തിലും പോവാം. അറിവുള്ളവന് ഏത് ശത്രുവിൻ്റെ അടുത്ത് പോയാലും അറിവുള്ളവനൊരു പ്രശ്നമില്ല. അതെ, അറിവുള്ളവനെ പിടിക്കാൻ ശത്രു ഇങ്ങോട്ട് വന്നാലും പ്രശ്നമില്ല. ഇല്ലേ? അവൻ രക്ഷപ്പെടും, അതുറപ്പാണ്. അറിവില്ലാത്തവൻ ഓരോന്ന് പോയി കുടുങ്ങും. അതെ, രണ്ടാൾ തല്ലുകൂടാണ്ട് അവിടെ പോയി നോക്കി നിന്നു. എന്താ അവസാനം ഇവന് തല്ലുകൊള്ളുക അല്ലേ? അങ്ങനെയല്ലേ? അതാണ് അറിവില്ലാത്തവൻ്റെ ലക്ഷണം. അതാണ്. അറിവുള്ളവൻ അവിടെ ആയിക്കോട്ടെ, നമുക്ക് എൻ്റെ പണി എത്താൻ പോലെ എനിക്ക്. അവൻ തല്ലാൻ ആളിങ്ങോട്ട് വന്നാലും ഒരു കുഴപ്പമില്ല. അത് കൗശലമാണ്. എവിടെ ചെന്നാലും അറിവുള്ളവൻ ശോഭിക്കും. അതാണ്, അവനെവിടെയും കൊടുങ്ങില്ല. ശരി. ഓം ആപ്യായന്തു മമാംഗാനി വാക്പ്രാണശ്ചക്ഷുഃ ശ്രോത്രമഥോ ബലമിന്ദ്രിയാണി ച സർവാണി സർവം ബ്രഹ്മോപനിഷദം മാമാ ബ്രഹ്മ നിരാകരോത നിരാകരണമസ്തു നിരാകരണം മേസ്തു തദാത്മനി നിരതേയ ഉപനിഷത്സു ധർമാഃ തേ മയി സന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.